അസ്സലാമു അലൈക്കും. പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് പള്ളിയുടെ സെക്രട്ടറി കുഞ്ഞുഹാജി, പ്രസിഡന്റ് അംസുകുട്ടി ഹാജി. ഇന്ന് റമദാൻ 22 ഇൻഷാ അല്ലാഹ് പടച്ചവൻ്റെ തൗഫീഖോട് കൂടി എല്ലാ നിലയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. 400 ആളും പിന്നെ അപ്പുറത്തെ ഹാളിൽ രണ്ടും കൂടി 400 ആളും പിന്നെ കുറേ വീട്ടിലാനും ആൾക്കാർ നിന്ന് വെച്ചിട്ടുണ്ട്. വളരെ ഉഷാറായിട്ട് സംഗതി പോകണം ഇൻഷാ അല്ലാഹ്. കുഞ്ഞാജി പറഞ്ഞേനെ അതൊന്നും പറയാം. അസ്സലാമു അലൈക്കും. ഇന്ന് 12/3/2026 വ്യാഴാഴ്ച, റമദാൻ 22. ഇന്നത്തെ നോമ്പ് തുറ പതിവ് പോലെ നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് പോകുന്നുണ്ട്. ഇന്നത്തെ വിഭവങ്ങൾ കാരക്ക, വത്തക്ക, വെള്ളപ്പം, വെജിറ്റബിൾ കുറുമ, നാരങ്ങ വെള്ളം, വെജിറ്റബിൾ കുറുമയാണ് ഇന്ന്. ഇന്നലെ ചിക്കൻ ബിരിയാണിയും ആയിരുന്നു ഇന്നലെ. അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോരോ ഐറ്റംസ് ഇങ്ങനെ മാറി മാറി ചെയ്യാറാണ്. അൽഹംദുലില്ലാഹ് ഒരു ഗുണകാംക്ഷി 30 ദിവസത്തെ നോമ്പുതറ ഭക്ഷണവും സ്പോൺസർ ചെയ്തതുകൊണ്ട് ഇത്തവണ റയ്യ വിഷയത്തിന് പണപ്പിരിവോ മറ്റൊന്നും വേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം തന്നെ 30 ദിവസത്തേക്കുള്ള ഭക്ഷണം സ്പോൺസർ ചെയ്തതാണ്. പല ദിവസങ്ങളിൽ പല ഐറ്റംസായിട്ടാണ് കൊടുക്കാറുള്ളത്. ചിക്കൻ ബിരിയാണി ഉണ്ടാവാറുണ്ട്, ബീഫ് ബിരിയാണി ഉണ്ടാവാറുണ്ട്, ചിക്കൻ കുറുമ ഉണ്ടാവാറുണ്ട്, ബീഫ് കുറുമ ഉണ്ടാവാറുണ്ട്, നൂൽപുട്ട് ഉണ്ടാവാറുണ്ട്, പത്തിരി ഉണ്ടാവാറുണ്ട്. പിന്നെ ഒപ്പം തന്നെ ചിലപ്പോൾ എണ്ണപ്പലഹാരങ്ങൾ, കട്ട്ലറ്റ് തുടങ്ങിയ സമൂസ തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാം 400 പേർക്ക് 420 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ഹാള്, ആദ്യത്തെ ഹാളാണിത്. ഇന്ന് വാപ്പുട്ടി ദീവ ഞാൻ അടക്കാം. ഇവിടെ ആൾക്കാർ വരാൻ തുടങ്ങി. സമയം 6:15 ആയിട്ടുള്ളൂ. 6:40 നോമ്പ് തുറ. നമ്മൾ പട്ടണത്തിൽ വരുന്ന ആസ്പത്രിക്ക് വരുന്ന കാര്യങ്ങൾ, കച്ചവടത്തിന് വരുന്നവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരുന്നവർ, നാട്ടുകാരെ, പൊതുജനങ്ങൾ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ പട്ടണത്തിൻ്റെ മധ്യത്തിലാണ് പെരുന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ്. ഒക്കെ അങ്ങോട്ട് പോയിക്കോളി കേട്ടോ. നിങ്ങളവിടെ ഇരുന്നോളൂ കേട്ടോ. ഒരാരും ഇത് നമ്മളെ കുറ്റീരി മാനുപ്പ നോമ്പ് തുറയെ സംബന്ധിച്ച് പഴക്കൊലൻ്റെ ചൂട്ടും തന്നെയാണ്. നല്ല ഐശ്വര്യമായി വീണ്ടും ഇന്നത്തെ ദിവസം നമുക്ക് നോമ്പ് തുറയിൽ പങ്കെടുക്കാനും പങ്കാളിയാവാൻ. കയറിക്കോളി. ആ തലക്ക് പഴം എടുത്തോളിട്ടോ. പഴം വേണ്ടവരും എടുത്തോളി. പഴം എടുത്തിട്ടാണ് പോയിക്കോളി കേട്ടോ. അങ്ങോട്ട് പോയിക്കോളി കേട്ടോ. വഴിയിൽ ഇരിക്കരുത്. ആ തലക്കൊക്കെ പോയിക്കോളി. അവിടെ അയാൾ പറയുന്നിടത്ത് ഇരിക്കും കേട്ടോ. പാഴക്കെടുത്തേക്കോളി. ഒരു സഹോദരൻ വേറെ നാട്ടിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന് എല്ലാ സംവിധാനം കാലേ കൂടി റെഡിയായി കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു കൈകൊണ്ടായിട്ട് ഞങ്ങൾ ആ പ്രാർത്ഥന മതി. ഞങ്ങളുടെ മഹലിലെ ഓരോ അംഗങ്ങളും, കുറച്ച് നേരത്തെ കുടുംബത്തിനും കുറച്ച് നേരത്തെ മൗലാന ആസ്പത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ ആൾ വന്നിട്ട് ഇപ്പോൾ കൊണ്ടുപോയി 2-3 പേർക്കുള്ളത്. അല്ല വൈസ് പ്രസിഡന്റ് ഇത് നമ്മളെ പറഞ്ഞോളി. നമ്മളെ ചള്ളപ്പറയത്തെ ഇബ്രാഹിം ഹാജി നോമ്പ് തുറനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോളി. രണ്ടു വാക്കേ. എല്ലാവരും സജീവമായിട്ട് അടുക്ക കയറിക്കോളിട്ടോ. വേഗം കയറിക്കോളിട്ടോ. അടുക്ക കയറിക്കോളി. നമ്മുടെ ജലീൽ, ചെലാക്കോടൻ, അഷറഫ്, എല്ലാവരും ഉണ്ട്. അഫ്സലുണ്ട്, ഫൈസലുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഹാളാണ്. ഇവിടെ
ഏകദേശം 90 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ഇവിടെയും കൂടി ചേർത്ത് 420ഓളം പേർക്ക് സൗകര്യമുണ്ട്, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് നമ്മുടെ കിച്ചണാണ്. സൈജല്ലേ അവിടെ വിളമ്പി കഴിഞ്ഞതിന് ശേഷം ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞ് വരുന്നവർക്ക് കൊടുക്കാനുള്ള കറികളാണിത്. അതിനുള്ള ദർസ് കുട്ടികൾക്കുള്ളതാണിത്. ഇവിടെ ദർസ് കുട്ടികളുണ്ട്. 8ാം ക്ലാസ് മുതൽ ഡിഗ്രിയും ഫൈസി ബിരുദവും ഇവിടെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് ദർസുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ കുട്ടികളുണ്ട്. ഇവിടെ 10ാം ക്ലാസ്സുകാർക്ക് പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളെ സ്റ്റോറാണ്. അപ്പോൾ ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ആയി തുടങ്ങി. ഇനി 10-15 മിനിറ്റേ ഉള്ളൂ. ഇതിനകം എല്ലാം ഭംഗിയായിട്ട് അൽഹംദുലില്ലാ. നോമ്പ് 22 ആയി. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. റമദാൻ മാസം നമ്മളിൽ നിന്ന് ഈ വർഷത്തെ വിട പറയുകയാണ്. അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവുമെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറുതെങ്കിൽ ചെറുത് സേവനങ്ങൾ ചെയ്യുക.